അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെലോസിൻ്റെ ഡൈനാമൈറ്റ് എന്ന് പറയുന്ന വണ്ടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 32,000 റേഞ്ചിലുള്ള ഒരു കിടിലം ബൈസൈക്കിളാണ് വെലോസിൻ്റെ ഡൈനാമൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ വെലോസിൻ്റെ ഒരു MDB V100നെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ നല്ല ഒരു അഭിപ്രായമാണ്. നമ്മൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ആ ഫ്രെയിമിനെ കുറിച്ചുമൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനുശേഷം വെലോസിൻ്റെ ആ ഒരു MDB യൂസ് ചെയ്യുകയും ഒരുപാട് റൈഡേഴ്സ് അത് ഉപയോഗിച്ചതിന് ശേഷം അവരുടെ നല്ല റിവ്യൂ നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വെലോസിൻ്റെ ഡൈനാമൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹൈബ്രിഡ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു ഹൈബ്രിഡ് കൂടി 20,000 റേഞ്ചിലുള്ള മറ്റൊരു ഹൈബ്രിഡ് കൂടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണെങ്കിലും നമുക്ക് ഈ ഒരു ബൈസൈക്കിളിൻ്റെ വിഷ്വലി ഉള്ള, അതായത് ഈ ഒരു ഫ്രെയിമിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനെ കുറിച്ചാണെങ്കിലും അതല്ല ഇതിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ ആണെങ്കിലും നമുക്ക് വിഷ്വലി കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ റൈഡേഴ്സിൻ്റെ കയ്യിലെത്തി അവരത് റൈഡ് ചെയ്ത് നോക്കി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോയതിന് ശേഷം അവരുടെ ഒരു റിവ്യൂ കിട്ടിയാൽ മാത്രമേ 100% ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഡൈനാമൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 1 മിനിറ്റ് വീഡിയോസ് മിക്കവാറും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മിക്കവാറും ബൈസൈക്കിൾസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സൈക്കിൾ കോമ്പോണൻസിനെ കുറിച്ചായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സറീസിനെ കുറിച്ചായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നാസ് ബൈക്സ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം IDയുടെ പേര്. അപ്പോൾ നമുക്കിനി ബൈസൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പം വെലോസിൻ്റെ ഈ ഡൈനാമൈറ്റ് എന്ന് പറയുന്ന വണ്ടിയുടെ ഫ്രെയിമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഒരു നല്ല ഡിസൈൻ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും കാണാൻ കഴിയുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെൽഡിങ്ങും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിയർ ഡിസ്ക് ബ്രേക്കിൻ്റെ കേബിൾ ഒഴിച്ച് ബാക്കി എല്ലാം വരുന്നത് നമുക്ക് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെലോസിൻ്റെ ഹെഡ്സെറ്റാണ് വരുന്നത്. അതുപോലെ ഇനി അടുത്ത് നോക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നതും അലോയ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് എടുത്താലും ഇതും അലോയ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സീറ്റ് പോസ്റ്റിൻ്റെ അകത്ത് ഇവർ ഒരു ചെറിയ ഷോക്ക് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ശരിക്കും ഞാനതിൽ കയറി ഇരുന്ന് നോക്കി, എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇനി ചിലപ്പോൾ എന്നെക്കാൾ കുറച്ചും കൂടെ ഭാരമുള്ളവരൊക്കെ കയറി ഇരുന്ന് റൈഡ് ചെയ്യുന്ന സമയത്ത് അത് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സീറ്റിലെ ഷോക്ക് എന്ന് പറയുന്ന അത്ര വലിയൊരു ഫീച്ചറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കേണ്ടത് ഇതിൻ്റെ ഷോക്ക് അബ്സറാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് SR സന്തൂറിൻ്റെ ഷോക്കാണ്. അതുപോലെ തന്നെ ഷോക്ക് ലോക്കും കൂടി ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ റിം എടുത്താലും ഇതിൻ്റെ റിയറിലെ റിം എടുത്താലും രണ്ടും 32 ഹോളാണ് വരുന്നത്. അത് വെലോസിൻ്റെ തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നത്, റിം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് നോക്കേണ്ട ഇതിൻ്റെ ഹബ്ബാണ്. ഇതിൻ്റെ അകത്ത് ഷിമാനോയുടെ ഹബ്ബാണ് നമുക്ക് ഫ്രണ്ടിലും റിയറിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ മിക്കവാറും വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിമാനോയുടെ ഹബ്ബ് കാണാൻ കഴിയുന്നതല്ല. ഇനി നമ്മൾ ഇതിൻ്റെ ടയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 740C ആണ് നമുക്ക് ഇതിൻ്റെ ടയർ വരുന്നത്. ഇത് നമുക്കങ്ങനെ കേട്ട് പരിചയമൊന്നുമില്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ ടയറാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഗ്രിപ്പും കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കെൻഡയുടെ ഗ്രിപ്പും കാര്യങ്ങളുമൊക്കെ പോലെ തന്നെയാണ് ഈ ടയറും ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഷിമാനോയുടെ ഡിസ്ക് ബ്രേക്സ് ആണ് നമുക്ക് ഫ്രണ്ടിലും റിയറിലും വരുന്നത്. ഇനി നമ്മളിത് പോകുന്നത് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിലേക്കാണ്. ഇതിൻ്റെ 3x9 എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് വരുന്നത് അലീവിയോ ആണ്. അതും ഒരു പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 30,000 റേഞ്ചിലുള്ള വണ്ടിയിൽ അധികവും എനിക്ക് തോന്നുന്നു 95% നമ്മൾ എടുത്തു നോക്കിയാലും അലീവിയോ ഷിഫ്റ്റേഴ്സ് ഉള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ വളരെ സാധ്യത കുറവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്രണ്ട് ഡിറൈലേഴ്സിലേക്കാണ്. ഡിയോറയുടെയാണ് ഫ്രണ്ട് ഡിറൈലർ വരുന്നത്. ശരിക്കും എന്താണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് അലീവിയോ വരുന്നു, പുറയിൽ നമുക്ക് ഡിയോറ വരുന്നു, അത് കഴിഞ്ഞ് റിയർ ഡിറൈലർ വരുമ്പോഴത്തേക്ക് അസേറ വരുന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു അസേറ ഗ്രൂപ്പ് സെറ്റാണ് വരുന്നുണ്ടെങ്കിൽ ടോട്ടലി അസേറ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ഷിമാനോ ടേണിയാണ് വരുന്നുണ്ടെങ്കിൽ ടോട്ടലി ഷിമാനോ ടേണി ആയിരിക്കും വരുന്നത്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങൾ പറക്കി വെച്ച പോലെ ഒരു ഫീലാണ്. ഹൈ എൻഡ് സ്പെസിഫിക്കേഷനൊക്കെയാണ് ശരിയാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ പല കോമ്പോണൻറ്റ് പറക്കി വെച്ച പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ക്രാങ്കാണ്. ഇതിൻ്റെ ക്രാങ്ക് വരുന്നത് SR സന്തൂറിൻ്റെ ക്രാങ്കാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഷിമാനോയുടെ ബേസ് മോഡൽ ക്രാങ്കുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേപോലത്തെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്രാങ്കാണ്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ഗാർഡും കാര്യങ്ങളുമൊക്കെ അതിലും ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
ഇനി നമുക്ക് ഇതിൻ്റെ കാസറ്റാണ് നോക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് വരുന്നത് 9 സ്പീഡ് ഷിമാനോ കാസറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിതിൻ്റെ സൈഡിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതും വെലോസിൻ്റെ തന്നെയാണ് വരുന്നത്. ശരിക്കും 32,900 സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ വരുന്ന സൈക്കിൾ എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അലീവിയോ, ഡിയോറ, അസേറ, ഷിമാനോ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക്, SR സന്തൂർ ഷോക്ക് ലോക്ക് എല്ലാം കൂടെ എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടിയും നമുക്കിന്ന് വെലോസിൻ്റെ ഈ ഒരു മോഡലുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് സ്പെസിഫിക്കേഷനോട് കൂടിയാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 18-20 എന്നിങ്ങനെ ഫ്രെയിം സൈസിൽ കുറച്ച് വണ്ടികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10-20 വണ്ടിയാണ് ആകെ ഈ ഒരു മോഡൽ കേരളത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് ശരിക്കും ഈ ഒരു വണ്ടി നല്ല രീതിയിലേക്ക് മാർക്കറ്റിൽ എത്തി തുടങ്ങി കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ വലിയൊരു കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും വെലോസ്. ബ്രാൻഡ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇനിയും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാര്യം ഓൾമോസ്റ്റ് ഇന്ത്യയിലേക്ക് വെലോസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ മെറിഡ സപ്ലൈ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് വെലോസ് കൊണ്ടുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. അവർ തന്നെയാണ് ഗാർമെൻറ് ചെയ്യുന്നതും. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സപ്ലൈയും കാര്യങ്ങളും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രെയിമിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റും. സ്പെസിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു ബൈസൈക്കിളിൻ്റെ അകത്ത് അറിയേണ്ടത് റൈഡേഴ്സിൻ്റെ റിവ്യൂ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബൈസൈക്കിൾ കുറച്ച് മാത്രമേ ചവിട്ടി നോക്കിയിട്ടുള്ളൂ. ഇത് ശരിക്കും റൈഡേഴ്സ് നമ്മുടെ നാട്ടിൽ റൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അവരാണ് ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരേണ്ടത്. എങ്കിൽ മാത്രമേ ഈ സൈക്കിൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഒരു ഫൈനൽ, ഇതിനെക്കുറിച്ചൊരു ഫൈനൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആ ഒരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ കണ്ട സ്പെസിഫിക്കേഷൻ പോലെ, നമ്മൾ കണ്ട ഫ്രെയിം പോലെ ആ റൈഡ് ക്വാളിറ്റിയും നല്ല ഒരു രീതിയിൽ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വെലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് 30,000 35,000 റേഞ്ചിലുള്ള എല്ലാ കമ്പനികൾക്കും ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 1 മിനിറ്റ് കൊണ്ട് ബൈസൈക്കിളിനെ കുറിച്ച് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ബൈസൈക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ അങ്ങ് പറഞ്ഞു നിർത്താനാണ് യൂട്യൂബിലാണെങ്കിലും തോന്നുന്നത്. അപ്പോൾ ഇനിയും വെലോസിൻ്റെ വേറെ കുറേ പ്രോഡക്റ്റുകൾ കൂടി മാർക്കറ്റിലേക്ക് വരാനുണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന 20,000 റേഞ്ചിലുള്ള വണ്ടി കൂടി നമുക്കിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ വെലോസിൻ്റെ ഡൈനാമൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരേണ്ടത് നമ്മുടെ റൈഡേഴ്സിൻ്റെ റിവ്യൂവിൽ നിന്നുമാണ്. അവരിത് റൈഡ് ചെയ്ത് നോക്കി 10, 100, 200 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്ത് നോക്കി അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെയും ജോമെട്രിയുടെയും കാര്യം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ജോമെട്രിയും കാര്യങ്ങളുമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ചുള്ള റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പരിചയപ്പെടുത്തൽ വീഡിയോ ആണ് ഇവിടെ നടത്തിയത്. അപ്പോൾ 30,000 രൂപ വിലയുള്ള ഈ ഒരു ബൈസൈക്കിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് കടന്നു വന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.